നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, വളരെ മാന്യനായി ജീവിക്കുന്ന, നിയമങ്ങളൊന്നും തെറ്റിക്കാത്ത ഒരു സാധാരണക്കാരൻ പെട്ടെന്നൊരു ദിവസം അധോലോകത്തെ വിറപ്പിക്കുന്ന ഒരു ഡ്രഗ് ലോഡായി മാറിയാൽ എങ്ങനെയിരിക്കും? അതും വെറുമൊരു അത്യാഗ്രഹത്തിനു വേണ്ടിയല്ല, മറിച്ച് തന്റെ കുടുംബത്തിനു വേണ്ടിയാണെങ്കിൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സീരീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബ്രേക്കിംഗ് ബാഡിന്റെ 1ാം സീസണിനെക്കുറിച്ചാണ്. ഒരു പാവം കെമിസ്ട്രി ടീച്ചർ എങ്ങനെയാണ് ഹൈസൻബർഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന കൊടും കുറ്റവാളിയായി മാറുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കഥാനായകന്റെ പേര് വാൾട്ടർ വൈറ്റ്. വാൾട്ടർ ഒരു സാധാരണ സ്കൂൾ ടീച്ചറാണ്. പക്ഷെ പുള്ളിക്കാരൻ ഒരു ചില്ലറക്കാരനല്ല. നോബൽ പ്രൈസ് കിട്ടിയ പ്രൊജക്ടുകളിൽ വരെ പങ്കാളിയായിട്ടുള്ള ഒരു ജീനിയസ് കെമിസ്റ്റാണ് അദ്ദേഹം. പക്ഷേ വിധിവൈപരീത്യം എന്ന് പറയട്ടെ, ഇപ്പോൾ അയാൾ ഒരു ചെറിയ ഹൈസ്കൂളിൽ കുട്ടികളെ കെമിസ്ട്രി പഠിപ്പിക്കുന്നു, വൈകുന്നേരങ്ങളിൽ കാർ വാഷ് സെന്ററിൽ ജോലി ചെയ്യുന്നു. പോരാത്തതിന് വാൾട്ടറിന്റെ ഭാര്യ സ്കൈലർ ഗർഭിണിയാണ്. മകൻ വാൾട്ടർ ജൂനിയറിന് സെറിബ്രൽ പാൾസി എന്ന അസുഖവുമുണ്ട്. ജീവിതം ഇങ്ങനെ കഷ്ടപ്പാടുകൾക്കിടയിലൂടെ നീങ്ങുമ്പോഴാണ് വാൾട്ടറെ തേടി ആ വലിയ വാർത്ത വരുന്നത്. തനിക്ക് ശ്വാസകോശത്തിൽ ക്യാൻസറാണെന്നും ഇനി അധികകാലം ആയുസ്സില്ലെന്നും അയാൾ തിരിച്ചറിയുന്നു. താൻ മരിച്ചുകഴിഞ്ഞാൽ ഭാര്യയും മക്കളും പെരുവഴിയിലാകുമെന്ന് വാൾട്ടർ ഭയന്നു. ഈ സമയത്താണ് തന്റെ അനിയനായ ഹാങ്ക് എന്ന ഡ്രഗ് എൻഫോഴ്സ്മെന്റ് ഓഫീസറുടെ കൂടെ ഒരു റെയ്ഡിന് പോകാൻ വാൾട്ടറിന് അവസരം ലഭിക്കുന്നത്. അവിടെ വെച്ച് അയാൾ തന്റെ പഴയൊരു വിദ്യാർത്ഥിയായ ജെസ്സി പിങ്ക്മാനെ കാണുന്നു. ജെസ്സി ആ നാട്ടിലെ ഒരു ചെറിയ മെത്ത് കുക്കിംഗ് പരിപാടിയുമായി നടക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് വാൾട്ടറിന്റെ തലയിൽ ആ ബുദ്ധി ഉദിക്കുന്നത്. താൻ ഒരു കെമിസ്ട്രി ജീനിയസാണ്, തനിക്ക് ഏറ്റവും ശുദ്ധമായ ഡ്രഗ്സ് ഉണ്ടാക്കാൻ കഴിയും. അത് വിറ്റുകിട്ടുന്ന പണം തന്റെ കുടുംബത്തിന് നൽകാം. അങ്ങനെ വാൾട്ടറും ജെസ്സിയും കൈകോർക്കുന്നു. പക്ഷെ വാൾട്ടറിനൊരു കണ്ടീഷനുണ്ടായിരുന്നു. ജെസ്സിക്ക് ഈ ഫീൽഡിലുള്ള അറിവും മാർക്കറ്റും ഉപയോഗിക്കണം. വാൾട്ടർ ക്വാളിറ്റിയുള്ള സാധനം ഉണ്ടാക്കി നൽകും. ഇവർ രണ്ടുപേരും കൂടി നഗരത്തിനു പുറത്തുള്ള ഒരു വിജനമായ സ്ഥലത്ത് ഒരു പഴയ വാനിൽ RV വെച്ച് ഡ്രഗ് ഉണ്ടാക്കാൻ തുടങ്ങുന്നു. വാൾട്ടർ ഉണ്ടാക്കിയ മെത്താംഫെറ്റമിൻ വെറുമൊരു സാധനമായിരുന്നില്ല, 99% ശുദ്ധമായ നീലനിറത്തിലുള്ള അത്ഭുതമായിരുന്നു അത്. മാർക്കറ്റിൽ അതിന് വൻ ഡിമാൻഡായി. പക്ഷെ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. ജെസ്സിയുടെ പഴയ ഇടപാടുകാരായ ക്രേസി എയ്റ്റും എമിലിയോയും ഇവരെ തേടിയെത്തുന്നു. അവിടെ വെച്ച് നടന്ന ഒരു സംഘർഷത്തിനിടയിൽ വാൾട്ടർ തന്റെ കെമിസ്ട്രി അറിവുപയോഗിച്ച് ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കി അവരെ നേരിടുന്നു. അതിനിടയിൽ ഒരാൾ മരിക്കുകയും മറ്റൊരാൾക്ക് മാരകമായി പരിക്കേൽക്കുകയും ചെയ്യുന്നു. ഒരു പാവം ടീച്ചറായ വാൾട്ടർ ആദ്യമായി ഒരു കൊലപാതകത്തിന് സാക്ഷിയാവുകയാണ്. ഇവിടെ നിന്നാണ് വാൾട്ടർ വൈറ്റ് എന്ന മനുഷ്യന്റെ മാറ്റം തുടങ്ങുന്നത്. പരിക്കേറ്റ ക്രേസി എയ്റ്റിനെ കൊല്ലാതെ തന്റെ വീടിന്റെ ബേസ്മെന്റിൽ പൂട്ടിയിടേണ്ടിവരുന്നു. അയാളെ കൊല്ലണോ വേണ്ടയോ എന്ന വലിയ ധർമ്മസങ്കടത്തിൽ വാൾട്ടർ ഉലയുന്നു. ഒടുവിൽ അയാൾ തന്നെ കൊല്ലാൻ വരികയാണെന്ന് മനസ്സിലാക്കിയ വാൾട്ടർ ക്രേസി എയ്റ്റിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു. ഇതോടെ വാൾട്ടറിന്റെ ഉള്ളിലെ ആ പാവം ടീച്ചർ പതുക്കെ മരിക്കാൻ തുടങ്ങുകയാണ്. ഈ സീസണിൽ ഉടനീളം നമ്മൾ കാണുന്നത് വാൾട്ടർ തന്റെ കുടുംബത്തിൽ നിന്ന് ഈ സത്യം ഒളിച്ചുവെക്കാൻ നടത്തുന്ന പാടുകളാണ്. ക്യാൻസർ ചികിത്സയ്ക്ക് പണമില്ലെന്ന് പറയുമ്പോഴും താനുണ്ടാക്കിയ ലക്ഷങ്ങൾ പുറത്തെടുക്കാൻ കഴിയാതെ അയാൾ വീർപ്പുമുട്ടുന്നു. പിന്നീട് കഥയിലേക്ക് വരുന്നത് ടുക്കോ എന്ന വലിയൊരു ഡ്രഗ് ലോഡാണ്. ടുക്കോ അല്പം വട്ടൻ സ്വഭാവമുള്ള ക്രിമിനലാണ്. ജെസ്സിയെ ക്രൂരമായി മർദ്ദിച്ച ടുക്കോയോട് പ്രതികാരം ചെയ്യാൻ വാൾട്ടർ നേരിട്ട് ചെല്ലുന്നു. അവിടെ വെച്ച് വാൾട്ടർ തന്നെ ഹൈസൻബർഗ് എന്ന് പരിചയപ്പെടുത്തുന്നു. മെത്തിന് പകരം ഒരു സ്ഫോടക വസ്തു ഉണ്ടാക്കി ടുക്കോയുടെ ഓഫീസ് അയാൾ തകർക്കുന്നു. ആ നിമിഷം വാൾട്ടറിന് ഒരു കാര്യം മനസ്സിലായി: അധികാരം എന്നത് ഒരു ലഹരിയാണ്. ഭയം മാറുമ്പോൾ കിട്ടുന്ന ആ ഒരു ആത്മവിശ്വാസം അയാളെ മാറ്റുകയായിരുന്നു. തന്റെ ചികിത്സയ്ക്ക് വേണ്ടി ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്ത കൂട്ടുകാരെയും സഹപ്രവർത്തകരെയും അയാൾ തള്ളിക്കളയുന്നു. മറ്റൊരാളുടെ ഔദാര്യം വാങ്ങി ജീവിക്കുന്നതിനേക്കാൾ സ്വന്തം കഴിവുകൊണ്ട് അത് സമ്പാദിക്കാനാണ് അയാൾ ഇഷ്ടപ്പെട്ടത്, അത് നിയമവിരുദ്ധമാണെങ്കിൽ പോലും. സീസൺ 1 അവസാനിക്കുമ്പോൾ വാൾട്ടർ വൈറ്റ് വെറുമൊരു ക്യാൻസർ രോഗിയല്ല. അയാൾ വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ അടിത്തറയിട്ട് കഴിഞ്ഞു. തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ആൾ ഇപ്പോൾ ആ വലിയ ചങ്ങലയിലെ ഒരു പ്രധാന കണ്ണിയായി മാറുകയാണ്. പക്ഷെ ഇതിന്റെയൊക്കെ പിന്നിൽ തന്റെ അനിയനായ ഹാങ്ക് എന്ന പോലീസ് ഓഫീസർ ഉണ്ടെന്ന കാര്യം അയാൾക്ക് വലിയൊരു വെല്ലുവിളിയാണ്. ഓരോ ചുവടും മരണത്തിലേക്കാണോ അതോ വിജയത്തിലേക്കാണോ എന്ന് അറിയാത്ത അവസ്ഥ. സുഹൃത്തുക്കളെ, ബ്രേക്കിംഗ് ബാഡിന്റെ 1ാം സീസൺ നൽകുന്ന പാഠം വളരെ ലളിതമാണ്. ഒരാൾ എത്ര നല്ലവനായാലും സാഹചര്യങ്ങൾ അയാളെ എങ്ങനെ മാറ്റിമറിക്കും എന്നതിന്റെ വലിയ ഉദാഹരണമാണ് വാൾട്ടർ വൈറ്റ്. നമ്മളെല്ലാവരും ഉള്ളിന്റെയുള്ളിൽ ചില രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവരാണ്. പക്ഷേ ചിലപ്പോൾ ആ രഹസ്യങ്ങൾ നമ്മളെത്തന്നെ വിഴുങ്ങും. സ്നേഹത്തിനുവേണ്ടിയും കടമയ്ക്കുവേണ്ടിയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വലിയ തെറ്റുകളിലേക്ക് നമ്മളെ എത്തിച്ചേക്കാം. വാൾട്ടർ തുടങ്ങിയത് തന്റെ കുടുംബത്തിനു വേണ്ടിയാണ്. പക്ഷേ അവസാനം അയാൾ ചെയ്തതൊക്കെ ശരിയായിരുന്നോ? ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. വാൾട്ടർ വൈറ്റ് ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതോ അയാൾക്ക് മറ്റേതെങ്കിലും വഴി തിരഞ്ഞെടുക്കാമായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലെയുള്ള കൂടുതൽ മൂവി എക്സ്പ്ലനേഷനുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.
അടുത്ത സീസണിന്റെ കഥയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി. അടുത്തതായി ഈ സീരീസിന്റെ 2ാം സീസണിലെ വാൾട്ടറിന്റെ ആവേശകരമായ മാറ്റങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണോ? കമന്റിൽ അറിയിക്കൂ.